നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്തെ മെയ് മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണ അറിയിപ്പ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചു. വരുന്ന തിങ്കളാഴ്ച 25-ാം തീയതി ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പ് വന്നു കഴിഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷനിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ സഹായങ്ങൾ, ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ വിതരണവും തുടക്കം കുറിക്കും. അതായത് എല്ലാ തരത്തിലും 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ വിതരണമുണ്ട്. 2000 രൂപ വീതമാണ് പെൻഷൻ നൽകുന്നത്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ, അതായത് മെയ് മാസം ലഭിക്കേണ്ടതുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുൻപ് തന്നെ വിതരണം നടത്തണമെന്നുള്ള ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. 25-ാം തീയതി ആരംഭിക്കുമെങ്കിലും നിലവിൽ ഉത്തരവിൽ പറയുന്ന പ്രകാരം സേവനയിൽ നിന്നുള്ള വിവരങ്ങൾ ക്ഷേമനിധി ബോർഡിലെ എത്ര ഗുണഭോക്താക്കളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ പെൻഷൻ വിതരണം തിങ്കളാഴ്ച തന്നെ ആരംഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 1-2 ദിവസം കൂടി താമസം നേരിട്ടേക്കാം. പെൻഷൻ തുക കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT സംവിധാനം മുഖാന്തരവും അതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളിലേക്ക് തുക എത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ സഹകരണ ബാങ്കുകളിലേക്ക് തുക എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസവും. അപ്പോൾ അങ്ങനെയൊക്കെ 1-2 ദിവസം കൂടി താമസം നേരിട്ടേക്കാം. മുൻപുള്ള പെൻഷനിലും അതായത് ഈ രീതിയിൽ തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിതരണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്ക് ക്രമീകരിക്കുന്നതിന് ചിലപ്പോൾ സമയം വേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. 25-ാം തീയതി പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതാണ് എന്ന അറിയിപ്പുണ്ടെങ്കിലും ഇത് വിതരണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിച്ചാൽ മതി. അത് സാധാരണ ഉത്തരവിൽ പറയാറുള്ളതാണ്. എല്ലാ പ്രാവശ്യവും അതേ രീതി തന്നെയാണ്. കാരണം കൈകളിലേക്കൊക്കെ തുക സ്വീകരിക്കുന്നവർക്ക് 1-2 ദിവസമൊക്കെ താമസവും നേരിട്ടേക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ മേഖലയിലുമുള്ളവർക്ക് വിതരണം നടത്തുന്നതിന് വേണ്ടി പരമാവധി 2 ആഴ്ച വരെയൊക്കെ സമയം സർക്കാർ അനുവദിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ക്ഷമയോടെ ഒന്ന് ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിയില്ല എങ്കിൽ 1-2 ദിവസം കൂടി ചിലപ്പോൾ താമസം നേരിട്ടേക്കുമെന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ മനസ്സിലാക്കുക. എങ്കിലും വിതരണത്തിൽ തടസ്സമില്ല. തുക അനുവദിച്ചിട്ടുള്ളതാണ്. 2000 രൂപ വീതം അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തുക തന്നെ ചെയ്യും. ഇനി 1000 രൂപ കൂടി വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഈ വിതരണം എന്നാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിരുന്നു. നിലവിൽ സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്ന 2 ഗ്യാരണ്ടികളാണുള്ളത്. KSRTCയിലെ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ. എന്നാൽ ബാക്കി ശേഷിക്കുന്ന പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ 6 മാസത്തിനകം നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഒരു കാലതാമസമുണ്ട്. അതുമാത്രമല്ല, എത്രയും പെട്ടെന്ന് അത് ധൃതി പിടിച്ച് നടപ്പാക്കി കഴിഞ്ഞാൽ അതിലൊരുപാട് അപാകതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തുക ഏത് രീതിയിലാണ് വിതരണം ചെയ്യേണ്ടത്, 3000 രൂപ തന്നെയാണോ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടാണോ ഇത് ഉയർത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിലെല്ലാം തന്നെ നിലവിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ആശ്രയിച്ചായിരിക്കും വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. നിലവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാകും. എങ്കിലും അതിന് അല്പം കൂടി താമസം നേരിട്ടേക്കാം. നിലവിൽ പറയുന്നത് 6 മാസത്തെ ഒരു കാലാവധിയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പെൻഷൻ വാങ്ങുന്നവരെല്ലാം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.